മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ അനധികൃത തൊഴിൽ നിയമനം. ജോലിക്ക് അപേക്ഷിക്കാത്ത ആളിനും ജോലി നൽകിയതായി ആരോപണം. അനധികൃതമായി തൊഴിൽ നൽകിയ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക്. ജനം ബ്രേക്കിംഗ്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, സർവത്ര അഴിമതിയും ക്രമക്കേടുകളും. ഇപ്പോൾ ജോലിക്ക് അപേക്ഷിക്കാത്ത ആളിന് പോലും മലബാർ ദേവസ്വം ബോർഡ് ജോലി നൽകിയിരിക്കുകയാണ്. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലാണല്ലോ ഇത്തരത്തിലൊരു അനധികൃത തൊഴിൽ നിയമനം നടന്നിരിക്കുന്നത്. പറയൂ. തീർച്ചയായും രോഹിണി, ഈ മലപ്പുറം ജില്ലയിലുള്ള തിരുനാവായ ക്ഷേത്രത്തിലാണ് ജോലിക്ക് അപേക്ഷിക്കാത്ത ആളുകൾക്ക് പോലും അവിടെ ജോലി നൽകിയിരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രമാണ് നവാമുകുന്ദ ക്ഷേത്രം. ഈ ക്ഷേത്രം നിലവിലുള്ളത് സാമൂതിരി ദേവസ്വത്തിന് കീഴിലാണ്. ഈ സംഭവം നടക്കുന്നത് 2021-ലാണ്. 2021-ൽ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ മരണപ്പെടുന്നു. തുടർന്ന് ആ ക്ഷേത്രത്തിൽ ഈ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. 2022-ൽ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറക്കുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് നിരവധി ആളുകൾ ഇതിനുമായി ബന്ധപ്പെട്ട് അമ്പലത്തിലേക്ക് എത്തുകയും ഇന്റർവ്യൂവും അതുപോലെ തന്നെ പരീക്ഷയും ഒക്കെ എഴുതുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് ഇയാൾ മരിച്ച ഈ ഒഴിവിലേക്ക് ഒരാളെ എടുക്കുന്ന പുഷ്പലത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ ഒഴിവിലേക്ക് എടുക്കുന്നു. പക്ഷേ ഇവർ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ ഈ മറ്റ് അഭിമുഖം അറ്റൻഡ് ചെയ്യുകയോ അതുപോലെ തന്നെ പരീക്ഷ എഴുതുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്യാത്ത ഒരാൾക്കാണ് ഈ നിലവിൽ നവമുകുന്ദ ക്ഷേത്രത്തിൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരിയായിട്ട് നിയമിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതിന്റെ രേഖകളാണ് ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ പുഷ്പലതയ്ക്ക് നൽകിയിരിക്കുന്ന നിയമന ഉത്തരവിൽ പറയുന്ന കാര്യങ്ങളാണ് ഏറെ വിചിത്രമായി തോന്നുന്നത്. അതായത് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത 7ാം സ്ഥാനക്കാരിയായ പുഷ്പലതയെ ഈ നവമുകുന്ദ ക്ഷേത്രത്തിൽ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർക്ക് നിയമന ഉത്തരവ് നൽകിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിനുശേഷം ഈ 2022-ൽ ഇറക്കിയ വിജ്ഞാപനത്തിന് ശേഷം ഒരു റാങ്ക് പട്ടിക പുറത്തിറക്കിയിരുന്നു. ഈ പട്ടികയിൽ 7ാം സ്ഥാനക്കാരി പുഷ്പലത അല്ല എന്നുള്ളതാണ്. അതായത് പുഷ്പലത ഈ ഇന്റർവ്യൂയോ അതുപോലെ തന്നെ പരീക്ഷയോ ഒന്നും തന്നെ അറ്റൻഡ് ചെയ്തിരുന്നില്ല. അങ്ങനെ അറ്റൻഡ് ചെയ്യാത്ത പുഷ്പലതയ്ക്കാണ് ഈ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരിയായി നിയമനം നൽകിയിരിക്കുന്നത് എന്നതാണ്. ഈ നിയമനം നൽകിയിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ഇത് ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യമല്ല. ഈ ദേവസ്വത്തിന്റെ ബോർഡിൽ ഇത്തരത്തിൽ നിരവധി അനധികൃത നിയമനങ്ങൾ നടക്കുന്നുണ്ട് എന്ന വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചട്ടങ്ങൾ ലംഘിച്ച്, അതായത് മറ്റു പലരും ഇതുമായി കൃത്യമായി ബന്ധപ്പെട്ട് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, പരീക്ഷകൾ എഴുതുന്നു, പക്ഷെ അവർക്ക് നിയമനം നൽകുന്നില്ല. മറ്റെന്തൊക്കെയോ സ്വാധീനം, പ്രത്യേകിച്ച് ഭക്തരുടെ ഇടയിൽ നിന്ന് തന്നെ പറയുന്നത് ഈ CPM അല്ലെങ്കിൽ ഭരണാനുകൂല സംഘടനയിൽപ്പെട്ടവർ അവരുമായി ചേർന്ന് നിൽക്കുന്നവർക്കാണ് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ ഈ തരത്തിലുള്ള നിയമനം നൽകുന്നത് എന്നതാണ്. അത് കാലങ്ങളായി പറയുന്ന കാര്യമാണ്. അത് ശരിവെക്കുന്ന ഒരു സംഭവമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. രോഹിണി, ശരി അനഘ. എന്തായാലും അത്തരത്തിൽ ചേർന്ന് നിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ചാലല്ലേ ഇത്തരത്തിലുള്ള കൊള്ളയ്ക്കും കൂട്ടുനിർത്താൻ ആളെ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള പല അഴിമതികളും നടക്കുന്നത്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.